മഹത്വങ്ങളൊക്കെ പരിമിതങ്ങളാകുന്നു. വലിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ മൊത്തത്തിക്കോ കുഴപ്പമില്ല. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. അറിയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ ആശ്രയിക്കണമേ. ശിവന്റെ മണ്ഡലത്തിന്റെ നാഥനും എന്റെ കർത്താവേ, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവിനവും അറിവോടെ ഉൾക്കൊണ്ടവരം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മൃതരെല്ലാരും മഹിമാവൊഴുകു കാലത്തിലാകുന്നു. ഒളിയാവാണ്ടാതിരിക്കുന്ന കാണുകാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. നിന്റെ വലത്ത് ഭാഗത്ത് നടത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുവരും നീതിമാരുമായതുകൊണ്ടാകെ ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മരിച്ചവരെ നേരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ വ്യാപൂരം പരിപാലിക്കണമേ. ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവാകുന്നു. പാപം ചെയ്തു നിനക്കെതിരായി കോപം അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും മാറിയോ എല്ലാ മെമ്പർമാരും അടുത്തൊന്നു ന്യായാധിപനാം വിധികാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരും. സുഖം കുട്ടം സുഖം നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. ഇച്ചവരെ ഉറപ്പിക്കുന്നവനെ തിരുനാമത്തെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ മക്കളേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവരുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ.
മരിച്ചവരെ നാമത്തെ പ്രാർത്ഥിക്കാനും സമാധാനം കരുണയുടെ വിളിക്കുകയും സങ്കടപ്പെടുന്നവനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ അങ്ങയുടെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ശിവന്റെ മനതിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വെറുത്തോലം ഭാഗേ പൂർണ്ണമായ രക്ഷയനുസരിച്ച് മരണമടി ലോകത്തുനിന്ന് വേർപിരിച്ചു പോയാൽ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ആത്മാവുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വെറുത്തോലം ഭാഗേ സമാധാനവും പ്രത്യാശയും എപ്പോഴും ഉന്നയിക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മധുരയുമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ എന്നുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാശനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യജീവിതം പുൽക്കിടിക്കുന്നതിനുമാവുന്നു. മരിച്ചനെ അർപ്പിക്കുന്നതിനെയും നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിയിലുമാകുന്നു. അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്കുന്നതിനുമാവുന്നു. മരിച്ചനെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നും ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സുധാനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. ഈ എന്നോടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവും പുത്രനും നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചനെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കാരുണ്യാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാമനാവുകാരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്നോട് നാൾ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര മരണവുമില്ലാതെ ജീവൻ വിളയം രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ ലോകം കേൾക്കും സകലേശ ഞങ്ങൾ കരുളുക ജീവൻ. വിശ്വാസനാകുന്നു വിരമിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുഷയിലില്ലേ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യൻ ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേരും. മർത്യന
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവേ തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമായി ആക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്യുന്നവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ഈശോ മിശിഹായാൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കൊള്ളോങ്കുന്നേൽ കുര്യൻ അപ്പച്ചൻ മരണമടഞ്ഞു ഇന്നലെ രാത്രിയിൽ. സംസ്കരിക്കുന്നതിനായുള്ള പ്രാർത്ഥനയിലാണ് നമ്മളെല്ലാവരും. കാരണം ക്രൈസ്തവ കാഴ്ചപ്പാടനുസരിച്ച് മരണമടഞ്ഞവർക്ക് നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമന ദിവസത്തിൽ ശരീരത്തോടുകൂടിയുള്ള ഒരു ഉയർപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ അടക്കം ചെയ്യപ്പെടുന്ന ശരീരം അല്ലെങ്കിൽ പോലും ഒരു ഉദ്ധിതമായ ശരീരത്തോടുകൂടെ ഉയർപ്പിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് ആ വലിയ വിശ്വാസ സത്യത്തെ ധ്യാനിക്കാനാണ് ഇപ്രകാരം ഒരു സംസ്കാര ശുശ്രൂഷകൾ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ഒരു മഹത്വമുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഉയർപ്പ് കാലത്തിലാണ്. മരണത്തെ നാശമായി കണ്ടിരുന്ന സമൂഹത്തിൽ നിന്നും ജീവനിലേക്കുള്ള കവാടമാണെന്ന് ഈശോ മിശിഹാ തന്റെ മരണത്തിലൂടെ ലോകത്തെ അറിയിച്ച സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. അവന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് നമ്മോടൊപ്പം ഈ ഭൂമിയിലായിരിക്കുന്ന ധ്യാന കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആവുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാമി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനി, എന്തിനു കരയുന്നു വ്യാകുലമാനസന, എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിഞ്ഞ് ഇളകും കടൽ പോലെ. മരണത്തിൻ കാലടികൾ പോലെ
ഭവനത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിക്കുമാറാകട്ടെ. പള്ളംകുന്നേൽ കുരിയാൽ ചെന്നപ്പച്ചൻ. എന്റെ സഹോദരിയെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ അറിയിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മണ്ണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ മനോഹരമാകുന്നു. വിശുദ്ധവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധതാൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആത്മനം വരെ വിശ്രമം നൽകേണ്ടി കവറം ദൈവം അവതരിക്കണമേ.
ജീവന്റെ വെളുത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വഭാവത്തെ കളിക്കുക ഞാൻ നിർമ്മലനാകും. പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ ഇണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ നല്ല വരുത്തുവരും ഭാഗേ. പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം സർവേശാലി പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ ഏകനാമർത്തൻ പരിശുദ്ധൻ ഭാവനയ്ക്ക് പുറത്തു കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ നീ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകർത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നാഥനണഞ്ഞൊരു അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനഭാഗ്യം. കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനഭാഗ്യം.